ഉണ്ണിയെ കൈകളിൽ വഹിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്ന മാതാവ്. അങ്ങനെയൊരു മാതാവിനെപ്പറ്റി ഇന്ത്യക്കാർ അധികം കേട്ടുകാണില്ല. ഏറെ പ്രത്യേകതകളുള്ള, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഇംഗ്ലണ്ടിലെ വാൽസിംഗ്ഹാം മാതാവിനെ നമുക്കിനി കണ്ണൂരിലെ ധർമ്മശാലയിലെ MSMI സന്യാസിനികളുടെ നവദർശൻ കൗൺസിലിംഗ് സെന്ററിന് മുന്നിൽ കാണാം. കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസായ മാർ ജോർജ് ഞെരളക്കാട്ടാണ് നവദർശന മുന്നിലുള്ള വാൽസിംഗ്ഹാം മാതാവിന്റെ രൂപം വെഞ്ചരിച്ചത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ ഡിവിന ജോസഫ്, MSMI സഭാംഗമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ വാൽസിംഗ്ഹാം മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുൻപിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ തളിപ്പറമ്പ് പ്രദേശത്ത് MSMI സന്യാസിനി സമൂഹത്തിൻ്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തന മേഖലയായ കൗൺസിലിംഗ് സെൻറ്റർ നവദർശൻ്റെ മുറ്റത്താണ് വാൽസിംഗ്ഹാം മാതാവിൻ്റെ ഈ ഗ്രോട്ടോ സ്ഥാപിതമായിരിക്കുന്നത്. MSMI സഭാസമൂഹത്തിൻ്റെ ആധ്യാത്മികത എന്നത് മരിയൻ ആധ്യാത്മികതയാണ്. ഭാഗ്യസ്മരണാർഹനായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ ഈ സഭയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യവും പരിശുദ്ധ അമ്മയുടെ ചൈതന്യവും മാതൃകയുമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് വാൽസിംഗ്ഹാം മാതാവിനെ പറ്റി പരിചയപ്പെടുത്തി തന്നത്. ഇംഗ്ലണ്ടിലുള്ള അവരുടെ വീട്ടിൽ വാൽസിംഗ്ഹാം മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ടായിരുന്നു. ആ അമ്മയോട് പ്രാർത്ഥിച്ചതൊക്കെയും അവരുടെ ജീവിതത്തിൽ ലഭിച്ചതിനെ തുടർന്നുള്ള കഥകൾ പല പ്രാവശ്യം എന്നോട് പറഞ്ഞത് ഓർക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലൂസി ജോസിൻ്റെയും വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ടെസിൻ ആൻഡ്രൂസിൻ്റെയും അനുമതിയോടെ അവർ പ്രത്യേകമാമിതം പ്രാർത്ഥിക്കുകയും ഈ ഒരു വാൽസിംഗ്ഹാം മാതാവിൻ്റെ രൂപം നമ്മുടെ നാട്ടിൽ ഈ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ മുറ്റത്ത് പ്രതിഷ്ഠിക്കുന്നതിന് അനുമതി നൽകുകയും ചെയ്തു. ആദ്യമായാണ് ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഇതുപോലുള്ളൊരു ചിത്രം നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ ഉണ്ണിയുടെ നേരെ കൈകൾ നീട്ടി ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുമ്പോൾ ക്രിസ്തു കൈകൾ പരിശുദ്ധ അമ്മയിലേക്ക് നീട്ടി അമ്മ നമ്മെ വഴി നടത്തുമെന്നും സംരക്ഷിക്കുമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നതായും ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ ഇരിക്കുന്ന സിംഹാസനം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണെന്നും പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന 3 പൂക്കൾ പരിശുദ്ധ അമ്മ ദൈവമാതാവിൻ്റെ അമ്മയാണെന്നുള്ള പരമാധികാരത്തെയും പരിശുദ്ധ അമ്മയുടെ കന്യകാത്വത്തെയും സൂചിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശിരസിലുള്ള കിരീടം എന്നത് പരിശുദ്ധ അമ്മ സ്വർലോക രാജ്ഞിയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ ഇരിക്കുന്ന കസേരയിലുള്ള 7 വളയങ്ങൾ 7 കൂദാശകളാണ് പ്രതിനിധീകരിക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെ കൈകളിലിരിക്കുന്ന ബൈബിൾ വചനമാംസമായ ഈശോയെ പ്രതിനിധീകരിക്കുന്നു. സിംഹാസനത്തിലെ സ്വർണ്ണ കമാനം ദൈവവും സൃഷ്ടിജാലവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായ മഴവില്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗബ്രിയേൽ മാലാഹ പരിശുദ്ധ അമ്മയെ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞു. നവദർശൻ്റെ ഭവനത്തിൽ വരുന്നവർക്കും ഒരു ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ വാൽസിംഗ്ഹാം മാതാവിൻ്റെ ഈ ഗ്രോട്ടോയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വാൽസിംഗ്ഹാം എന്നത് ഇംഗ്ലണ്ടിൻ്റെ നസ്രത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നസ്രത്ത് എന്ന പേരിൽ വാൽസിംഗ്ഹാം മാതാവിൻ്റെ ഈ ഗ്രോട്ടോ അറിയപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്യസ്തരായ ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോയുടെ മുൻപിൽ വന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ബുധനാഴ്ച ദിവസങ്ങളിൽ 3 ജപമാലകൾ സമൂഹമായി പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോയ്ക്ക് മുൻപിൽ ഞങ്ങൾ ചൊല്ലാറുണ്ട്. അതുപോലെ കൗൺസിലിങ്ങിനായും മറ്റാവശ്യങ്ങൾക്കായും ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് മക്കൾ പരിശുദ്ധ അമ്മയുടെ ഈ ഗ്രോട്ടോയുടെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടി തിരികെ പോകുന്നു.
1061 ഇംഗ്ലണ്ടിലെ വാൽസിംഗ്ഹാം എന്ന പ്രദേശത്ത് വിധവയായ റിച്ചാൽഡിസ് ദി ഫേവത്തൂസ് എന്ന സ്ത്രീക്ക് പരിശുദ്ധ അമ്മ ദർശനത്തിലൂടെ ഗബ്രിയേൽ മാലാഹ മറിയത്തെ മംഗളവാർത്ത അറിയിച്ച നസ്രത്തിലെ ഭവനം കാണിച്ചു കൊടുക്കുകയും അതുപോലെ ഒരെണ്ണം വാൽസിംഗ്ഹാമിൽ പണിയുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. 3 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ദർശനമനുസരിച്ച് റിച്ചാൽഡിസ് വാൽസിംഗ്ഹാമിൽ മംഗളവാർത്താ ഭവനത്തിൻ്റെ അതേ മാതൃക നിർമ്മിച്ചു. പിൽക്കാലത്ത് റിച്ചാൽഡിസിൻ്റെ മകനായ ജിയോഫെറി ഈ വിശുദ്ധ മന്ദിരത്തോട് ചേർന്ന് ഒരു സന്യാസ ആശ്രമം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായുള്ള രേഖകൾ ചരിത്രത്തിൽ നിന്നും ലഭ്യമാണ്. 12ാം നൂറ്റാണ്ടിൽ ഈ സന്യാസ ആശ്രമവും അതിലെ മംഗളവാർത്താ ഭവനവും അഗസ്റ്റീനിയൻ സന്യാസികൾക്ക് കൈമാറുകയും മംഗളവാർത്താ ഭവനം അവരുടെ നേതൃത്വത്തിൽ തീർത്ഥാടന കേന്ദ്രമായി പരിലസിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ 7ഓളം രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ തീർത്ഥാടന കേന്ദ്രം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയുടെയും വിശ്വാസ തീഷ്ണതയുടെയും ഇടമായി തീർന്നു. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വാൽസിംഗ്ഹാം. 1516 ഇംഗ്ലണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ ഹെൻറി 8 രാജാവ് ആശ്രമം കണ്ടുകെട്ടുകയും മംഗളവാർത്താ ഭവനം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ധാരാളം രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. 4 നൂറ്റാണ്ടിനു ശേഷം മംഗളവാർത്താ ഭവനത്തിൻ്റെ 1 മൈൽ ദൂരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന 14ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ്റെ നാമധേയത്തിൽ ഉള്ള സ്ലിപ്പർ ചാപ്പലിലേക്ക് തീർത്ഥാടനം പുനരാരംഭിച്ചു. മധ്യകാലഘട്ടത്തിൽ തീർത്ഥാടകർ സ്ലിപ്പർ ചാപ്പലിൽ നിന്ന് നഗ്നപാതരായി മംഗളവാർത്താ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തിയതിനാലാണ് സ്ലിപ്പർ ചാപ്പൽ എന്ന പേര് ഈ ദേവാലയത്തിന് ലഭിച്ചത്. പിൽക്കാലത്ത് ഈ ചാപ്പൽ ദേശീയ തീർത്ഥാടന ദേവാലയമായും ബസിലിക്കയായും ഉയർത്തപ്പെട്ടു. 1897 ലിയോ 13 മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരം മംഗളവാർത്താ ദേവാലയം കിൻഗ്സ്ലൈൻ എന്ന ദേശത്ത് സ്ഥാപിതമായി. മധ്യകാലഘട്ടത്തിൽ കളിമൺ സീലുകളിലെ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാൽസിംഗ്ഹാം മാതാവിൻ്റെ രൂപം നിർമ്മിക്കുകയും മംഗളവാർത്താ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്ത് പിന്നീട് പണി കഴിച്ച ആശ്രമത്തിലെ ചാപ്പലിൽ സ്ഥാപിക്കുകയും ചെയ്തു. വാൽസിംഗ്ഹാമിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും കത്തോലിക്ക സഭയുടെയും ആംഗ്ലിക്കൻ സഭയുടെയും കീഴിലാണ് പരിപാലിക്കപ്പെടുന്നത്. സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി വിവിധ സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭയുടെയും ആംഗ്ലിക്കൻ സഭയുടെയും ഐക്യ തീരുമാനത്തിൻ്റെ ഭാഗമായി സ്വതന്ത്രമായി തനത് രീതിയിൽ വർത്തിക്കുന്നുവെന്നത് വാൽസിംഗ്ഹാമിൽ കാണുവാൻ സാധിക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസവും തീർത്ഥാടകർ സന്ദർശിക്കുകയും നിരവധി അത്ഭുതങ്ങളിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരൻ്റെ സാന്നിധ്യം ഓരോ തീർത്ഥാടകർക്കും പകർന്നു നൽകുകയും ചെയ്യുന്ന ഇടമാണിത്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരു ആശ്രയമാണ് വാൽസിംഗ്ഹാം അമ്മ. അവിടെ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു എന്നത്.